പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാ സാധാരണക്കാരും അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിട്ട് ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിനെയും കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ വ്യക്തികൾക്കും അറിയാം, ഇന്ന് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നിയമവിധേയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെപ്പറ്റി വ്യക്തമായ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തികൾ പലതരം സ്കാമുകളിൽ പെടുന്നതും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇന്ന് വരുന്ന കാലഘട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനും ക്രിപ്റ്റോ കറൻസി മേഖലയിൽ കൂടി ബ്ലോക്ക് ചെയിനിൽ കൂടി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നിരവധി പ്രോജക്റ്റുകൾ ഇതിലുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ തന്നെ സാധാരണക്കാരനും സമ്പത്തുള്ള വ്യക്തികൾക്കും ഇൻവെസ്റ്റേഴ്സിനും ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ സ്വയം തൊഴിലായിട്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നിന്ന് വരുമാനം ചെറിയ മുതൽ മുടക്കിൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഒരു മേഖലയിൽ വരുമ്പോൾ ധാരാളം സ്കാമുകൾ ഇന്ന് ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിലുള്ളതിൽ വലിയൊരു ശതമാനവും സ്കാമുകൾ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിയായ ഒന്നിനെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡയലൻ ബാങ്ക് എക്കോസിസ്റ്റം എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ കൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിജിറ്റൽ അസറ്റ്, ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ക്രിപ്റ്റോ മേഖലയിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, മാറ്റിക് എന്നും ഡായി എന്നും പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് ക്രിപ്റ്റോ കറൻസികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡയലൻ എക്കോസിസ്റ്റം ബാങ്ക് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ധാരാളം പ്രൊജക്റ്റുകളുണ്ട്. അത് ക്രിപ്റ്റോ മേഖലയിലാണെങ്കിലും മറ്റു പല മേഖലകളിലും സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. സെൻട്രലൈസ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഒരു സ്ഥാപനം കേന്ദ്രീകൃതമായ പ്രൊജക്റ്റുകളെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അതിൽ നല്ല വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മോശവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു കാലത്ത് ഈ വ്യക്തിയോ ഈ സ്ഥാപനമോ ആ പ്രോജക്റ്റിനെ അടച്ചുപൂട്ടി പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡീസെൻട്രലൈസ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ക്രിയേറ്ററിന് വലിയ പ്രാധാന്യമില്ല. അവിടെ അതോറിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരൻ തന്നെയാണ്. അപ്പോൾ നമ്മളാണ് അവിടെ പവറായിട്ട് വരുന്നത്, നമുക്കാണ് അവിടെ പവർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറിന് അല്ലെങ്കിൽ കമ്പനിക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വ്യക്തിക്ക് വലിയ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ഡെവലപ്പറിന് അല്ലെങ്കിൽ കമ്പനിക്ക് പ്രാധാന്യമില്ല. അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത വ്യക്തി ഒരു കോൺട്രാക്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയിനിലാണ് ഡിപ്ലോയ്മെൻറ്റ് അഥവാ ലയിപ്പിക്കുന്നത്. ഒരു കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിനിൽ ലയിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറിനോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിക്കോ അവിടെ യാതൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇവിടെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സുരക്ഷിതത്വം വരുന്നത്. അതായത് നാളൊരു കാലത്ത് ഡയലൻ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡെവലപ്പ് ചെയ്ത ആ ഒരു ടീം ഇല്ലെങ്കിൽ പോലും ഈ കോൺട്രാക്റ്റ് ബ്ലോക്ക് ചെയിനിൽ ലൈവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ബാങ്കിൻ്റെ കുറച്ച് പ്രൊഫൈലും കാര്യങ്ങളും നോക്കാം. ഡി ബാങ്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ ബാങ്കാണ്. സാധാരണ നമുക്കറിയാവുന്ന ബാങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിൽ മേജറായിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ഇത്തരം ക്രിപ്റ്റോ ബാങ്കുകൾ വഴി, അതും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഗ്ലോബലി എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്കൊരു സാധാരണഗതിയിൽ ബാങ്കിൽ FD ഇടുന്നത് പോലെ നമുക്കിവിടെ FD ഇടാം. അതുപോലെ തന്നെ നമുക്ക് ലോൺ എടുക്കുന്നത് സാധാരണ ബാങ്കിൽ എങ്ങനെയാണ് അതുപോലെ നമുക്കും ഇവിടെ ബാങ്ക് വഴി ലോൺ എടുക്കാം. സാധാരണ ബാങ്കിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഡി ബാങ്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലാണ് ഇത്തരം ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഇത്തരം പ്രോജക്റ്റുകളെ നമുക്ക് വിശ്വസിക്കാം. ബ്ലോക്ക് ചെയിനിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകളെ നമുക്ക് മറ്റ് സ്കാമുകളുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതില്ല. 100% നമുക്ക് അത്തരം സാങ്കേതിക വിദ്യ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് വരുമാനം ലഭിക്കുന്നത് ക്രിപ്റ്റോ മേഖലയിലെ സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ്. എന്താണ് സ്റ്റേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിനെ നമുക്ക് വിൽക്കാൻ താല്പര്യമില്ല,
പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിൽ FD ഇട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഈ ഫണ്ടിനെ നമുക്ക് ലോക്ക് ചെയ്ത് മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേക്കിങ്ങിൽ നിന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡെവലപ്പർ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഇൻകം സോഴ്സ് വരുന്നു, അത് എവിടെ നിന്ന് നമുക്ക് ഈ ഫണ്ട് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫണ്ട് സ്റ്റേക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ ബ്ലോക്ക് ചെയിൻ്റെ വാലിഡേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാലിഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ബ്ലോക്ക് ചെയിനിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിന് ഗ്യാസ് ഫീസ് പോലെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൽ ഇൻകം ജനറേറ്റ് ആവുന്നത്. ആ ജനറേറ്റ് ആകുന്നതിൽ നിന്നും നമുക്ക് മന്ത്ലി ഒരു ഇൻകം തരുന്നു. ഇതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതുവഴിയാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ചെയിനിൽ ഒന്നായിട്ടുള്ള പോളിഗൺ ബ്ലോക്ക് ചെയിനിൻ്റെ മദർ കോയിൻ ആയിട്ടുള്ള മാറ്റിക്കും എതേറിയം ബ്ലോക്ക് ചെയിനിൻ്റെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള ഡായി, ഈ 2 കോയിനിലുമാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഈ 2 കോയിനുകളും വാങ്ങി നമുക്ക് സ്റ്റേക്ക് ചെയ്ത് മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ മാറ്റിക്കും ഡായും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോയിനാണ്. ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിലവിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വേൾഡിൽ 19ാമത്തെ സ്ഥാനത്തിലാണ്. അതുപോലെ ഡായി എന്ന് പറയുന്ന കോയിന് വേൾഡിൽ ഇന്ന് അതിൻ്റെ ഫണ്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ 20ാമത്തെ സ്ഥാനത്താണ്. ഇപ്പോൾ 2 ലക്ഷത്തിലധികം കോയിൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഗൂഗിളിൽ. അതിൽ ഇന്ന് ടോപ്പ് 20ൽ നിൽക്കുന്ന 2 കോയിനാണ് പോളിഗണും ഡായും. ഇത് എടുത്തു പറയാനുള്ള കാരണം, ഇന്ന് മാർക്കറ്റിൽ സ്റ്റേക്കിംഗ് എന്നുള്ള പേരിൽ ധാരാളം പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെയും ഏതെങ്കിലും ഒരു കമ്പനി ഇറക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കോയിൻ മാത്രമാണ്. അപ്പോൾ ഒരു കമ്പനി വരുന്നു, അവർ പറയുന്നു നമ്മൾ സ്റ്റേക്കിംഗ് പ്ലാൻ അവതരിപ്പിക്കുകയാണ്, ഇതാണ് നമ്മുടെ കോയിൻ എന്ന് പറയുന്നത് അവർ തന്നെ ഇറക്കിയ ഒരു കോയിനാണ്. അത് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നതോടൊപ്പം മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ വാല്യൂ കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അതൊരു ന്യൂ ബോൺ ബേബിയാണ്. അത് വളർന്നാലും വളർന്നില്ലെങ്കിലും നമ്മൾ അതിൻ്റെ സാധ്യതകൾ പഠിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ. നാളൊരു കാലത്ത് ഈ കമ്പനി തന്നെ പൂട്ടിപ്പോയാൽ അതൊന്നും അതൊന്നും ഡീസെൻട്രലൈസ്ഡുള്ള പ്രോജക്റ്റ് ആവണമെന്നില്ല. സെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. നാളെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. സോ അവിടെയാണ് നമ്മളൊരു ലോക്കൽ കോയിനെ പറ്റി അല്ല പറയുന്നത്. വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള 2 കോയിൻ്റെ സ്റ്റേക്കിംഗ് പ്ലാനാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഡി ബാങ്കിങ് സ്റ്റേക്കിംഗ് മാത്രമല്ല, വേറെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റേക്കിംഗ്. അടുത്ത് വരുന്ന ഒന്നാണ് ലെൻഡിങ് പ്രോഗ്രാം. ലെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഡിജിറ്റൽ അസറ്റ് ഉണ്ട്, നമുക്കത് വിൽക്കാൻ താല്പര്യമില്ല, പക്ഷേ ക്വിക്കായിട്ട് നമുക്കൊരു ഇൻകം ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റേക്കിങ്ങിൽ നിന്ന് നമുക്ക് മന്ത്ലി ചെറിയ ഇൻകമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലെൻഡിങ്ങിൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ലോൺ എടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ബിറ്റ് കോയിനോ എതേറിയമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൊളാറ്ററൽ വെച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോ അസറ്റ് ലോണായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ മന്ത്ലി അടച്ച് തീരുമ്പോഴേക്കും നമ്മൾ കൊളാറ്ററിൽ വെച്ചിട്ടുള്ള ക്രിപ്റ്റോ അസറ്റ് റിലീസ് ചെയ്യാൻ പറ്റും. അതാണ് ലെൻഡിങ്. അതുപോലെ NFT അഥവാ നോൺ ഫഞ്ചബിൾ ടോക്കൺ പ്രോജക്റ്റ് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ATM കാർഡ് പോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റിനെ ഒരു ATM കാർഡിലേക്ക് ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ATM ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരുന്നുണ്ട്. അതുപോലെ ലോട്ടറി, ഈ ക്രിപ്റ്റോയ്ക്കകത്തും ലോട്ടറി സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു 1000 പേര് ചേർന്നിട്ട് $5 വെച്ചിട്ട് ലോട്ടറി എടുക്കുന്നു. ആർക്കെങ്കിലും ഭാഗ്യമുള്ള ആൾക്കാർക്ക് ലോട്ടറി എടുക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ ലോട്ടറി പോലെ ക്രിപ്റ്റോ ലോട്ടോ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ നിരവധി പ്രൊജക്റ്റുകളുള്ള ഒരു വമ്പൻ പദ്ധതിയാണ് ഡി ബാങ്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേക്കിംഗ് പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് അവരുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റിന് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. ഇനി നമുക്ക് വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവില്ല, പക്ഷെ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുക നിക്ഷേപിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ റെഫറൽ പ്രോഗ്രാമിലേക്കും പങ്കെടുക്കാം. സോ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞു 2 കോയിനുകളാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. ഒന്ന് ഡായി കോയിനും 2 മാറ്റിക്കും. ഡായി നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 1000 ദിവസത്തേക്ക് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ സൈനപ്പ് ചെയ്യും. 1000 ദിവസം കൊണ്ട് നിങ്ങളിടുന്ന ഡായി 300% ഗ്രോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 1000 ഡായി ആണ് വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ അത് 1000 ദിവസം കൊണ്ട് അത് 3000 ഡായി ആയിട്ട് മാറും. മിനിമം 10 മുതൽ മുകളിലോട്ട് എത്ര വേണേലും നിങ്ങൾക്ക് ചെയ്യാം. 10 ഡായി ആണ് ചെയ്യുന്നതെങ്കിൽ 1000 ദിവസം കൊണ്ട് ഇത് 30 മാറുന്നു. ദെൻ 1000 ഡായി ആണെങ്കിൽ 1000 ദിവസം കൊണ്ട് 3000 മാറുന്നു. 1,00,000 ഡായി ആണെങ്കിൽ അത് 1000 ദിവസം കൊണ്ട് 3,00,000 മാറുന്നു. ഇനി നമുക്കിത് എപ്പോൾ വിഡ്രോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾ 1000 ഡായി ചെയ്തു. ഡെയിലി 3 ഡായി വെച്ചാണ് നിങ്ങൾക്ക് വരിക. ഒരു മാസം അറൗണ്ട്
$90 വരുന്നു. ഈ $3 നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അതും ഡി ബാങ്കിന്റെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാം. അതാണ് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്റ്റേക്കിംഗ് പ്ലാനുകളും ഒരു വെബ്സൈറ്റിന്റെ ഇന്റർഫേസിനെ ബേസ് ചെയ്തിട്ടാണ് വിഡ്രോയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. നാളെ ഒരു കാലത്ത് വെബ്സൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് നഷ്ടമായി എന്ന് തന്നെ കരുതേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം നമുക്ക് ഡി ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി നമുക്ക് വിഡ്രോ ചെയ്യാം. അവിടെ മിനിമം 10 ഡായി അല്ലെങ്കിൽ 10 മാറ്റിക് ഉണ്ടാവണം വിഡ്രോ ചെയ്യാൻ. ഇനി നാളെ ഡി ബാങ്കിന്റെ ഇന്റർഫേസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ സുരക്ഷിതമാണ് നമ്മുടെ ഫണ്ട്. കാരണം നമ്മുടെ ഫണ്ട് സ്റ്റേക്ക് ചെയ്യപ്പെടുന്ന പോളിഗന്റെ ബ്ലോക്ക് ചെയിൻ്റെ അകത്തുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലാണ്. പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഫണ്ട് സേഫ് ആണ്. അതുകൊണ്ട് നമുക്ക് വറി ചെയ്യാതെ തന്നെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റേക്ക് ചെയ്യാം. ഇനി അടുത്ത മാറ്റിക്കിന്റെ സ്റ്റേക്കിംഗ് പ്ലാൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഡായിൽ നമുക്ക് 300% കിട്ടുന്നതെങ്കിൽ മാറ്റിക്കിൽ നമുക്ക് 320% കിട്ടും. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പേഴ്സണലി നമ്മളൊരു 1000 മാറ്റിക്കാണ് സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഡെയിലി 3.2 മാറ്റിക് വെച്ച് ഡെയിലി കിട്ടും. അങ്ങനെ 1000 ദിവസം കൊണ്ട് 3200 മാറ്റിക് കിട്ടും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ്റെ അകത്താണ് ഈ കോൺട്രാക്റ്റിലും സൈനപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. മിനിമം 10 മാറ്റിക്, മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാം. ഇനി പലർക്കും പുതിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളവർക്ക് സംശയം വരും, പോളിഗൺ ചെയ്യണോ ഡായി ചെയ്യണോ അത് രണ്ടും കൂടി ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന വ്യത്യാസം പറഞ്ഞുതരാം. മാറ്റിക് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വില കൂടാനും കുറയാനും ചാൻസ് ഉള്ള ഒരു കോയിനാണ്. ഇപ്പോൾ 18 പൈസയിലാണ് മാറ്റിക് 2018 ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് അത് ഗ്രോ ചെയ്ത് $202 പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിപ്പോൾ അറൗണ്ട് 50 രൂപ റേഞ്ചിലാണ് ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുന്നത്. ഇത് ഫ്യൂച്ചറിലെ പ്രൊഡിക്ഷൻ പ്രൈസ് 1000 രൂപ വരെ പറയുന്നുണ്ട് 2030. അതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിക് ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാം. പക്ഷേ പോളിഗൺ ഡായി ചൂസ് ചെയ്യേണ്ട ആൾക്കാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്ലി ഒരു സ്റ്റേബിൾ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡായി ചൂസ് ചെയ്യുക. ഇനി രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1 lakh rupees ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു 10%, ഒരു 10,000 രൂപയ്ക്ക് മാറ്റിക്ക് വാങ്ങിയിട്ട് സ്റ്റേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഇപ്പോഴത്തെ റേറ്റ്, കറണ്ട് റേറ്റ് വെച്ചിട്ട് ഇപ്പോൾ 50 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു 60 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 150 മാറ്റിക്ക് കിട്ടും. ഇത് 1000 ദിവസം സ്റ്റേക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 400 മാറ്റിക് ആവും. അന്നത്തെ പ്രൈസ് സപ്പോസ് ഒരു 400 രൂപ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ 400 മാറ്റിക് ഉണ്ട് ഇൻറ്റു 400 രൂപ എന്ന് പറയുമ്പോൾ അറൗണ്ട് 1,20,000 രൂപ നമുക്ക് കിട്ടാം. ഇത് എപ്പോൾ വേണമെങ്കിൽ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോൾഡ് ചെയ്താൽ അത്രത്തോളം നല്ലത്. കാരണം മാറ്റിക്കിന്റെ ഫ്യൂച്ചർ അത്രയും വലുതാണ് എന്നാണ് ക്രിപ്റ്റോ എക്സ്പേർട്ടുകൾ തന്നെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്ത്ലി സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡായി ചെയ്യാം. അവിടെ നമ്മൾ ഒരു 1 lakh ഡായി ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നമുക്ക് 9% ആണ് അറൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അറൗണ്ട് 9,000 rupees എവറി മന്ത് എടുക്കാം. അങ്ങനെ 33 മാസം, 1000 ദിവസം എന്ന് പറയുമ്പോൾ 33 മാസവും നമുക്കിത് ചെയ്യാം. സോ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഡായി മാത്രമായിട്ട് ചെയ്യാം, നമുക്ക് മന്ത്ലി സ്ഥിര വരുമാനം കിട്ടും. ഇല്ലെങ്കിൽ പോളിഗൺ ചെയ്യാം, പോളിഗണിന്റെ മാറ്റിക് ചെയ്യാം. അപ്പോൾ നമുക്ക് 1000 ദിവസം കൊണ്ട് 320% മാറ്റിക് കിട്ടും. എപ്പോൾ വേണമെങ്കിൽ വിൽക്കാം. ഇല്ലെങ്കിൽ ഇത് രണ്ടുമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ ഇനി ഇതിന്റെ റെഫറൽ പ്രോഗ്രാം നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. റെഫറൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇപ്പം നിങ്ങൾ സപ്പോസ് ഡായി മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് മാറ്റിക്കാണ് ചെയ്തതെങ്കിൽ അതിന്റെ റെഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കിലും കൂടി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കമ്മീഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ റെഫറൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രണ്ടും ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി റെഫർ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അൺലിമിറ്റഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇതിന്റെ റെഫറൽ റിവാർഡ് പ്രോഗ്രാം. സോ ഇതൊരു ബൈനറി പ്ലാനോ അല്ലെങ്കിൽ സൺഫ്ലവർ പ്ലാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഒരു സിംഗിൾ കസ്റ്റമറിനെ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോലും, ഒരു സിംഗിൾ ടീമിനെ ഡെവലപ്പ് ചെയ്ത് പോയാൽ പോലും നിങ്ങൾക്ക് വരുമാനം കിട്ടും. സോ മാർക്കറ്റിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ഓർബിറ്റ് 1 അഥവാ ലെവൽ 1 വരും. ലെവൽ 1 നിന്ന് അവരെത്രയാണോ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് അതിന്റെ 10% നിങ്ങളുടെ അസറ്റിൽ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് ഒരു 1000 മാറ്റിക് സ്റ്റേക്ക് ചെയ്തു. സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ അസറ്റിൽ, നിങ്ങളുടെ പേഴ്സണൽ അസറ്റിൽ അതിന്റെ 10%, 1000ന്റെ 10%, 100 മാറ്റിക് നിങ്ങളുടെ അസറ്റിൽ ആഡാവും. ആ 100 മാറ്റിക് അന്ന് തൊട്ട് 1000 ദിവസത്തേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ 100 മാറ്റിക് നിങ്ങളുടെ അസറ്റിൽ ആഡായെങ്കിൽ 100 അന്ന് തൊട്ട് 1000 ദിവസം കൊണ്ട് 320 മാറ്റിക് ആയിട്ട് മാറും.
ഡായി ആണെങ്കിലോ അന്ന് തൊട്ട് ആ 100 ഡായി 1000 ദിവസം കൊണ്ട് 300 ഡായി ആയിട്ട് മാറും. അതും ഈ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. ഇനി നിങ്ങളുടെ സെക്കൻഡ് ലെവലിലാണെങ്കിൽ 7% കിട്ടുക. അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു, സപ്പോസ് ജോസ് എന്ന് പേരുള്ള സുഹൃത്ത് വന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് 10% കിട്ടി. ജോസ് മറ്റൊരു സുഹൃത്തിനെ റെഫർ ചെയ്യുമ്പോൾ ജോസിന് 10% കിട്ടുമ്പോൾ നിങ്ങൾക്ക് 7% കിട്ടും. അങ്ങനെ നമ്മുടെ തേർഡ് ലെവലിൽ നമുക്ക് 6% കിട്ടും, ഫോർത്ത് ലെവലിൽ 5%, അടുത്ത 5ാമത്തെ ലെവലിൽ നിന്ന് 4% കിട്ടുന്നു, 6ാമത്തെ ലെവലിൽ 3%, 7ാമത്തെ ലെവലിൽ 2%, ആൻഡ് ഫൈനലി 8ാമത്തെ ലെവലിൽ 1%. അങ്ങനെ ഫസ്റ്റ് ലെവൽ മുതൽ 8ാമത്തെ ലെവൽ വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സ് ആണ് റെഫറൽ റിവാർഡ് പ്രോഗ്രാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 5 പേരെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിലേക്ക് റെഫർ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ 5 സുഹൃത്തുക്കളും മിനിമം ഒരു 100 മാറ്റിക്കും ഒരു 100 ഡായും വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു, സ്റ്റേക്കിംഗ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതിൽ കൂടുതൽ ആൾക്കാർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കുറഞ്ഞ് ചെയ്താലും നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. സോ മിനിമം നമുക്കൊരു 100 മാറ്റിക്ക് 100 ഡായി. ഇപ്പോഴത്തെ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഇപ്പോഴത്തെ റേറ്റിൽ 100 ഡായിക്ക് അറൗണ്ട് 91-92 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മാറ്റിക്കിന് അറൗണ്ട് ഒരു 55-60 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 മാറ്റിക്കിന് അറൗണ്ട് ഒരു 6000 രൂപ കൂട്ടിയാൽ ഒരു 15000-16000 രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് രണ്ടിലും സ്റ്റേക്ക് ചെയ്യാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാജിക്കൽ റിസൾട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഓർബിറ്റ് 1ൽ 5 പേര് വന്നു, അപ്പോൾ 500 മാറ്റിക്കും 500 ഡായി നിങ്ങളുടെ ഓർബിറ്റ് 1ൽ വന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ 10% നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് 10 മാറ്റിക്കും 10 ഡായുമാണ് കിട്ടുക. ദെൻ സെക്കൻഡ് ലെവലിലാണെങ്കിലോ, സെക്കൻഡ് ലെവലിൽ 2500 മാറ്റിക്കും 2500 ഡായും വരുന്നു. അതായത് നമ്മുടെ സെക്കൻഡ് ലെവൽ 25 പേര് വന്ന് അവർ ഓരോരുത്തരും 100 മാറ്റിക്കും 100 ഡായും ചെയ്യുമ്പോൾ അതിന്റെ 7% നമുക്ക് കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 175 ഡായും 175 മാറ്റിക്കും നമ്മുടെ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് കിട്ടുന്നു. തേർഡ് ഓർബിറ്റിൽ നിന്ന് 12500 മാറ്റിക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ വരും. അപ്പോൾ നിങ്ങളുടെ അസറ്റ് 750 മാറ്റിക്കും 750 ഡായി ആവും. ഫോർത്ത് ലെവൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ 62500 മാറ്റിക്ക് നിങ്ങളുടെ ഫോർത്ത് ലെവല് അതേപോലെ ഡായും വരും. ഓട്ടോമാറ്റിക്കലി അതിന്റെ 4% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കയറുന്നു. അപ്പോൾ 3125 മാറ്റിക്കും 3125 ഡായും നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഈ 4 ലെവലും കൂടി നിങ്ങളുടെ അസറ്റ് വരുന്നത് 4060 മാറ്റിക്കും 4060 ഡായുമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി 365 ഡായും 365 മാറ്റിക്കും വിഡ്രോ ചെയ്യാം. അങ്ങനെ 1000 ദിവസം തുടരുകയാണെങ്കിൽ 33 മാസവും നമുക്ക് ഒരു ഇൻകം കിട്ടുന്നു. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെന്നില്ല, എങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഗ്രസീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെയിം സിസ്റ്റത്തിൽ പോവുകയാണ്, 5x5 മാട്രിക്സിൽ പോവുകയാണെങ്കിൽ ഓർബിറ്റ് 5ൽ നമുക്ക് 12500 മാറ്റിക്കും 12500 ഡായും കിട്ടും. ദെൻ ഓർബിറ്റ് 6ലാണെങ്കിൽ 46875 മാറ്റിക്കും ഡായും നമുക്ക് കിട്ടും. ഓർബിറ്റ് 7ലാണെങ്കിൽ 1,56,250 കിട്ടും. ദെൻ ഓർബിറ്റ് 8ലാണെങ്കിൽ 3,90,625 മാറ്റിക്കും ഡായും കിട്ടും. അങ്ങനെ വന്നാൽ നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 6,06,250 മാറ്റിക്കും ഡായുമാണ്. അങ്ങനെ സംഭവിച്ചതല്ല, നമുക്ക് ഇത് 320% വെച്ച് കിട്ടുമ്പോൾ നമുക്ക് മന്ത്ലി നോക്കുമ്പോൾ 54,000-ലധികം മാറ്റിക്കും ഡായും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ചിന്തിക്കുന്നുണ്ടോ ഇത് ഇതുപോലെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം ലോജിക്കലി നമുക്കിങ്ങനെ വരയ്ക്കുന്നു പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത് ഡ്യൂപ്ലിക്കേഷൻ. പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ഏറ്റവും ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ്, വെറും 100 മാറ്റിക്കും 100 ഡായും വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഈ പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ 1000 മാറ്റിക്ക് 1000 ഡായ്ക്ക് മേളിലൊക്കെയാണ് പലരും ചെയ്യുന്നത്. അപ്പം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ്. ദെൻ നമുക്കതിൽ വർക്കുണ്ട്, നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ, എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഇത് അതുപോലെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യത പരമാവധി റെഫറൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്. നമുക്ക് മാറ്റിക്കിൽ 300%, 320%, ഡായിൽ 300% നമുക്ക് കിട്ടുന്നു.
ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ലോയൽറ്റി പ്രോഗ്രാം കൂടി ഈ ഒരു ഡെവലപ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു റാങ്കിനെ ബേസ് ചെയ്തിട്ടൊരു ഇൻകം കിട്ടുന്നു. കമ്പനിക്ക് കിട്ടുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 25% ഇതിലെ ലീഡർഷിപ്പിൽ നിന്ന് പണിയെടുക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് അയൺ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് മിനിമം 100 മാറ്റിക് അല്ലെങ്കിൽ 100 ഡായ് ചെയ്യണം. മാറ്റിക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റിക്കിൽ മാത്രമേ അയൺ റാങ്ക് അടിക്കാൻ പറ്റുള്ളൂ. ഡായിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡായിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 2 പ്രോജക്റ്റിലും നമുക്ക് റാങ്ക് അടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 പേരെ മിനിമം റെഫർ ചെയ്യണം. സ്വന്തം സ്റ്റേക്ക്ഡ് എമൗണ്ട് 100 ആയിരിക്കണം. ഫസ്റ്റ് ലെവലിൽ നിന്ന് 1000 വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ 5% പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ കമ്പനി എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനി അല്ല, ശരിക്കും ഈ കോൺട്രാക്റ്റിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കമ്പനി എന്ന് പറയുന്നതേ ഉള്ളൂ. എനിവേ നമുക്ക് 2 പേരെ റെഫർ ചെയ്യണം. സ്വന്തമായിട്ട് 100 ഡായി അല്ലെങ്കിൽ മാറ്റിക് നമ്മൾ ചെയ്യണം. 1000 മാറ്റിക്കാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ വന്നതെങ്കിൽ നമ്മൾ മാറ്റിക്കിൽ അയൺ റാങ്ക് അടിക്കുന്നു. ഇനി 1000 ഡായി ആണ് നമുക്ക് വന്നതെങ്കിൽ നമുക്ക് ഡായിൽ അയൺ റാങ്ക് കിട്ടുന്നു. ഇനി നമുക്കൊരു 3 പേരെ റെഫർ ചെയ്ത് നമ്മുടെ ലെവൽ 1ലും 2ലും കൂടി 2500 ഡായി അഥവാ മാറ്റിക് വന്നാൽ നമ്മൾ ആ അടുത്ത സോൾജിയർ എന്ന റാങ്ക് അടിക്കും. നമ്മുടെ സെൽഫ് സ്റ്റേക്കിംഗ് 250 ആയിരിക്കണം. ഇത് നമ്മുടെ കമ്മീഷൻ ചേർത്തിട്ടുള്ള 250 അല്ല, സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ 250 ഡായി അഥവാ മാറ്റിക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റാങ്ക് അടിക്കാൻ പറ്റുക. പിന്നെ അടുത്ത വെറ്ററൻ റാങ്കിൽ നമ്മൾ 4 പേരെ റെഫർ ചെയ്യണം. സ്വന്തമായിട്ട് 500 എങ്കിലും മിനിമം സ്റ്റേക്ക് ചെയ്യണം. ലെവൽ 1ലും 2ലും കൂടി 5000 ടോട്ടൽ മാറ്റിക് അഥവാ ഡായി വന്ന് നമുക്ക് 10% കിട്ടും. അങ്ങനെ ഈ PDF ലാസ്റ്റ് കാണുന്നത് പോലെ കിങ് പൊസൈഡോൺ എന്ന് പറഞ്ഞ റാങ്കിൽ എത്താനായിട്ട് നമ്മൾ 5 പേരെ റെഫർ ചെയ്യണം. സെൽഫായിട്ട് 5000 മാറ്റിക് അഥവാ 5000 ഡായി ചെയ്യണം. അങ്ങനെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഈ 3 ലെവലിൽ നിന്നും കൂടി നമുക്ക് 1 ലക്ഷം ഡായി അഥവാ 1 ലക്ഷം മാറ്റിക് വന്നാൽ നമ്മൾ പൊസൈഡോൺ എന്ന റാങ്കിലെത്തും. ആ റാങ്കിൽ വന്നാൽ 25% നമുക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്ത് ജനങ്ങളെല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഈ റാങ്കിൽ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത സുഹൃത്തുക്കൾ ആരാണോ ആ വ്യക്തിയോട് ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളൊരു ക്ലബ്ബ് പോലെ ഫോം ചെയ്തിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ അപ്ഡേറ്റുകൾ കിട്ടാനും ബാക്കി ട്രെയിനിങ് കാര്യങ്ങളും കിട്ടാനായിട്ട് ടെലഗ്രാമിൽ മല്ലു സതോഷി ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ടൈം ടു ടൈം അപ്ഡേറ്റ്സ് ഉണ്ടാവും, ടെക്നിക്കൽ ട്രെയിനിങ്ങുകളുണ്ടാവും. അത് സൂം വഴിയും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും മീറ്റിങ്ങുകളുണ്ടാവും, ലീഡർഷിപ്പ് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. ഇത് കൂടാതെ ഇപ്പോൾ ക്രിപ്റ്റോ മേഖലയിൽ ഒരു പുതിയൊരാളെ സംബന്ധിച്ചോളം ഇതുപോലെ ഇപ്പോൾ മാറ്റിക്കിൻ്റായി മാത്രമല്ല നല്ല നല്ല ഗ്രോ ചെയ്യാൻ ചാൻസുള്ള ധാരാളം കോയിൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കോയിനുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മെൻറ്റർഷിപ്പ് തരും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ ശതമാനമെങ്കിലും ഇത്തരം അസറ്റുകൾ വാങ്ങാനായിട്ട് മാറ്റിവെച്ചാൽ ഫ്യൂച്ചറിൽ അത് വലിയൊരു അസറ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് പാൽ എന്ന് പറയുന്ന വാലറ്റ് ഡൗൺലോഡ് ചെയ്യണം. അത് ആൾറെഡി ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വാലറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് സേഫ് പാൽ ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇതേ ചാനലിൽ തന്നെ ഉണ്ടാവും. ഇനി ആൾറെഡി ക്രിപ്റ്റോ മേഖലയിൽ നിൽക്കുന്നവരാണ്, ജസ്റ്റ് ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ റെഫറൽ ലിങ്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ സേഫ് പാലിൻ്റെ ഡി ആപ്പിൽ പോവുക. ഇത് dialandbank.io എന്ന് പറയുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അവിടെ റഫറൽ കോഡ് ചോദിക്കുമ്പോൾ ഈ വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തനിയെ ഇതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേക്കിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ സ്റ്റേക്കിംഗ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പറഞ്ഞുള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്.
ഇത് കൂടാതെ കമ്പനിയല്ല ടീം വൈസ് തരുന്ന ചില പ്രോജക്റ്റ് മലേഷ്യൻ ട്രിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ സീസണിലും ഓരോന്നുണ്ടാവും. അപ്പോൾ അത് ഇപ്പം നിലവിൽ ലൈവായിട്ട് നടക്കുന്നത് ഒരു മലേഷ്യൻ ട്രിപ്പാണ്. സ്വന്തമായിട്ട് 4500 ഡായി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇക്വലന്റ് വാല്യൂ ഓഫ് മാറ്റിക്ക് ചെയ്യുന്നവർക്ക് ഒരു മലേഷ്യൻ ട്രിപ്പുണ്ട്. ഇനി ടീം വർക്കിൽ കൂടി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിന്നും 8000 ഡായി 8000 ഡായി അല്ലെങ്കിൽ ഇക്വലന്റ് വാല്യൂ ഓഫ് മാറ്റിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മലേഷ്യൻ ട്രിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ പീരീഡ് വരുന്നത് ജൂലൈ 27 വരെയാണ്. അപ്പോൾ വീണ്ടും നമ്പർ ഒന്നുകൂടി മെൻഷൻ ചെയ്യുന്നു, 8547766055. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടുന്ന എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടുകളും ചെയ്തു തരുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ പ്രോജക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഡിസ്ക്ലൈമറിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾക്കും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.